നമ്മൾ പലപ്പോഴും ന്യൂസിൽ കാണാറുണ്ട് ബ്രസ്റ്റ് മിൽക്ക് ആസ്പിരേഷൻ അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് തൊണ്ടയിൽ കുടുങ്ങി കുഞ്ഞു മരിച്ചിട്ടുണ്ട്. നമ്മൾ ഇത് വീട്ടിൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കുഞ്ഞ് പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാല് കുടിക്കുന്നതിൻ്റെ കൂടെ എയറും ഉള്ളിലോട്ട് പോകും. ചിലപ്പോൾ കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും കൂടുതൽ എയർ ഉള്ളിലോട്ട് പോകും. അപ്പോൾ ഈ എയർ കുഞ്ഞിൻ്റെ സ്റ്റൊമക്കിനകത്ത് ആമാശയത്തിനകത്ത് ഇരിക്കുമ്പോൾ പ്രോപ്പറായിട്ട് ബർപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പെട്ടെന്ന് ഈ ഉള്ളിൽ നിന്ന് എയർ മേലോട്ട് വരുമ്പോൾ അതിന് കൂടെ പാലും കയറി വരും. ഈ കയറി വരുന്ന പാല് പിന്നെ തൊണ്ടയിൽ കുടുങ്ങി അങ്ങനെയാണ് കുഞ്ഞ് ആസ്പിറേറ്റ് ആയിട്ട് ഡെത്ത് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോളത്ത് കിടത്തി കൈ ഇങ്ങനെ കപ്പ് പോലെ വെച്ച് നമ്മുടെ നെഞ്ചിൻ്റെ ബാക്കിലായിട്ട് 1 2 3 ഇങ്ങനെ കൊട്ടിക്കൊടുക്കാം. എത്ര സമയം കൊട്ടിക്കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കുഞ്ഞുങ്ങൾക്കും പല പോലെയാണ്. ചില കുഞ്ഞുങ്ങൾക്ക് ജസ്റ്റ് കൊട്ടി കൊടുത്താൽ തന്നെ ഗ്യാസ് പോകും. ചില പാരൻസ് പറയും എത്ര കൊട്ടിയാലും ഗ്യാസ് പോകുന്നില്ല എന്ന്. പക്ഷെ അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഒരു 10 മിനിറ്റോളം കൊട്ടിക്കൊടുക്കാം. ഗ്യാസ് പോയെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞിനെ കിടത്താൻ പറ്റും. അപ്പോൾ ഇതാണ് പ്രോപ്പറായിട്ട് ബർപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞിനെ ഈ ആസ്പിറേഷനിൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും.